ഓക്കെ, അടുത്ത ചാപ്റ്റർ 4 മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ലോറൻസിൻ്റെ ഇലക്ട്രിക് ഫോഴ്സ് ആണ്. ഓക്കെ, ലോറൻസ് പറഞ്ഞൊരു ടോപ്പിക്കാണ് ആദ്യം പഠിക്കാനുള്ളത്. അതിനകത്ത് ലോറൻസിൻ്റെ ഇലക്ട്രിക് ഫോഴ്സ്. അപ്പോൾ നമ്മളെടുത്ത് ഒരു ചാർജ് കൊണ്ടുപോയി ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൽ ഇ. അപ്പോൾ നമുക്കറിയാം അടുത്ത ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ എന്നറിയാം. കാരണം ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ എന്ന് ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ക്യൂ ഇൻറ്റു ഇ ആയിരിക്കും. ഇതാണ് ലോറൻസിൻ്റെ ഇലക്ട്രിക് ഫോഴ്സ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച കാര്യം. ഇത് ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ. ഓക്കെ, ഇനിയിപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ആണ് ലോറൻസിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ്. നമ്മൾ ഒരു ചാർജ് കൊണ്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല. കാരണം മാഗ്നറ്റിക് ഫീൽഡിൽ ഫോഴ്സ് കിട്ടണമെങ്കിൽ അത് മൂവിങ് ചാർജ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നതെങ്കിൽ, അതിന് ഒരു ഫോഴ്സ് കിട്ടാനായിട്ട് അത് മൂവിങ് ആയിരിക്കണം, മൂവിങ് ചാർജ് ആയിരിക്കണം. അപ്പോൾ അവിടുത്തെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ക്യൂ ചാർജ്, വി വെലോസിറ്റി, ബി ആണ് മാഗ്നറ്റിക് ഫീൽഡ്. മനസ്സിലായിക്കൊണ്ട് ബി ആണ് മാഗ്നറ്റിക് ഫീൽഡ്. എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആയിരിക്കും. അതിനകത്ത് ബി ആണ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ വി ക്രോസ് ബി എന്ന് പറഞ്ഞല്ലോ, അപ്പം അതിൻ്റെ അർത്ഥം അത് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അഥവാ ക്യൂ വി ബി സൈൻ തീറ്റ എന്ന് നമുക്ക് പറയാം. അത് ക്രോസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് തന്നെ വേണമെങ്കിൽ ക്യൂ വി ബി സൈൻ തീറ്റ എന്നും പറയാം. ക്ലിയർ ആണല്ലോ? അത്രേ ഉള്ളൂ. ഓക്കെ, ക്രോസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് തന്നെ ക്യൂ വി ബി സൈൻ തീറ്റ എന്നും പറയാം. ഓക്കെ, പിന്നെ അടുത്തത് നമുക്കിതിനെ വേറെ രീതിയിലും എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബിക്ക് പകരം ഐ ഇൻറ്റു എൽ ക്രോസ് ബി എന്നും പറയാം. ഐ കറണ്ട്, എൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, പിന്നെ ബി മാഗ്നറ്റിക് ഫീൽഡ്. സോ ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ഉണ്ട്, ഐ ഇൻറ്റു എൽ ക്രോസ് ബി ഉണ്ട്. ഇനി അടുത്ത് ലോറൻസിൻ്റെ ഫോഴ്സ് ഇക്വേഷൻ നോക്കാവേ. ലോറൻസിൻ്റെ ഫോഴ്സ് ഇക്വേഷൻ നോക്കാം. ലോറൻസിൻ്റെ ഫോഴ്സ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത് ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട്, ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. രണ്ടും ഉണ്ടല്ലോ. രണ്ടും ചേർത്തെന്ന് പറയാം. എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇ പ്ലസ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇ പ്ലസ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് വരാം. അത് ക്യൂ ഇ ആണെന്ത്? ലോറൻസിൻ്റെ ഇലക്ട്രിക് ഫോഴ്സ്. ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണെന്ത്? ലോറൻസിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ്. അത്രേ ഉള്ളൂ. ക്യൂ ഇ ലോറൻസിൻ്റെ ഇലക്ട്രിക് ഫോഴ്സും ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ലോറൻസിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സും രണ്ടും കൂടെ ചേർത്താൽ ലോറൻസിൻ്റെ ഫോഴ്സ് ഇക്വേഷൻ. അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അതിനകത്ത് ക്യൂ പുറത്തേക്ക് എടുത്തേക്കുന്ന കാണാം. ക്യൂ ഇൻറ്റു ഇ പ്ലസ് വി ക്രോസ് ബി. ക്യൂ കോമൺ ആണല്ലോ, പുറത്തേക്ക് എടുത്ത് മാത്രമേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇതാണ് ലോറൻസിൻ്റെ ഇക്വേഷൻസ്. ഒരെണ്ണം ലോറൻസിൻ്റെ ഇലക്ട്രിക് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇ, ഒരെണ്ണം ലോറൻസിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി, പിന്നെ ലോറൻസ് ഫോഴ്സ് രണ്ടോടെ ചേർത്തിട്ട് ക്യൂ ഇ പ്ലസ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറയാം. ഇനി അടുത്തത് നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ അടുത്ത് ഒരു ചാർജ് ഉണ്ട്. ഓക്കെ, ഈ ചാർജിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണെന്ന് പറഞ്ഞല്ലോ. വി ക്രോസ് ബി ആകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ വേണമെങ്കിൽ വി ബി സൈൻ തീറ്റ എന്ന് പറയാം. എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. അപ്പോൾ ഈ സൈൻ തീറ്റ എന്നുള്ള ഒരു സംഭവത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈൻ തീറ്റയ്ക്ക് വേണമെങ്കിൽ 0 ആയി മാറാമല്ലോ. അതായത് ആംഗിൾ 0 ആണെങ്കിൽ സൈൻ തീറ്റയും 0 ആയിരിക്കും. അപ്പോൾ എഫ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. കാരണം എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി ഇൻറ്റു 0 എന്ന് വരും. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകണമെന്നായിരിക്കാം. നമ്മുടെ ഒരു ചാർജ് ഉണ്ട്, ആ ചാർജ് ഇങ്ങനെ പോകണമെന്നായിരിക്കും. ഇപ്പോൾ രണ്ടുപേരും നമ്മളുടെ ആംഗിൾ എത്ര? 0 ഡിഗ്രി. രണ്ടുപേരും പാരലാണെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടുപേരും നമ്മളുടെ ആംഗിൾ 0 ഡിഗ്രിയാണ്. അപ്പോൾ 0 ഡിഗ്രി ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ 0, എഫ് 0. അതായത് ഇവർ രണ്ടുപേരും പാരലാകുമ്പോഴത്തേക്കും അവിടെ ഫോഴ്സ് 0 ആയിരിക്കും. അതായത് ആ ചാർജ് അറിയുക പോലുമില്ല അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡുള്ള കാര്യം. സോ അതിൻ്റെ പാത്ത് എങ്ങനെയായിരിക്കും? അൺഡിഫ്ലക്റ്റഡ് ആയിരിക്കും. When the magnetic field and the charge are parallel to each other, the path will be undeflected. അത് അറിയില്ല. അവിടെ നിന്ന് സംഭവം ഉള്ളവരത് അറിയാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, അടുത്തത് ഇനി അതേ സ്ഥാനത്ത് നമ്മുടെ ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ചാർജ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതെന്ന് വിചാരിക്കാം. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചാർജ് വരുന്നത് വിചാരിക്കാം, 90 ഡിഗ്രിയിൽ. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാത്ത് സർക്കുലറായിട്ട് മാറും. ഓക്കെ,
നമ്മുടെ ചാർജ് മാഗ്നറ്റിക് ഫീൽഡും ഒരു 90 ഡിഗ്രിയിലാണ് വരുന്നതെങ്കിൽ ആ സമയത്ത് അതിൻ്റെ പാത്ത് സർക്കുലറായിട്ട് മാറും. അത്രേ ഉള്ളൂ. ഓക്കെ, പാത്ത് സർക്കുലറായിട്ട് മാറും. ഇനി അപ്പോൾ പാരലൽ ആണെങ്കിൽ അൺഡിഫ്ലക്റ്റഡ് ആണെന്ന് പറഞ്ഞു, പെർപെൻഡിക്കുലർ ആണെങ്കിൽ സർക്കുലർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയൊരു ആംഗിളിലാണ് വരുന്നതെങ്കിലോ, അതായത് 90 അല്ല 0 അല്ല, അതിൻ്റെ ഇടയ്ക്ക്, അങ്ങനെയാണെങ്കിൽ അതൊരു ഹെലിക്കൽ പാത്തായിരിക്കും. അത്രേ ഉള്ളൂ, അതൊരു ഹെലിക്കൽ പാത്തായിരിക്കും. ഓക്കെ, ഹെലിക്കൽ പാത്തായിരിക്കും. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ പഠിക്കാനുള്ള, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ബയോട്ട്-സവാർട്ട്സ് ലോ എന്ന് പറയും. ബയോട്ട്-സവാർട്ട്സ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, മൂവിങ് ചാർജ്. ഇനി പറയാത്തൊരു കാര്യം പറയാം. ഒരിക്കൽ ഹാൻസ് ക്രിസ്റ്റ്യൻ ഒയിസ്റ്റേഡാണ് കണ്ടുപിടിച്ചത്. അതായത് വീട്ടിൽ കൂടെ കറണ്ട് പോകുമെന്ന് വിചാരിച്ചോ, നമ്മൾ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒരു കോമ്പസ് വെച്ചാൽ മാഗ്നറ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റ് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ മാഗ്നറ്റ് ഡിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ തൊട്ടടുത്ത് വല്ല മാഗ്നറ്റ് വല്ലതും ഉണ്ടാവണം. അപ്പോൾ കറണ്ട് പോകുന്നൊരു വയറിനടുത്തുകൊണ്ട് നമ്മളൊരു മാഗ്നറ്റ് വെക്കുമ്പോൾ അത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ അർത്ഥം എന്താ? ആ കറണ്ട് പോകുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നുണ്ട്. മാഗ്നറ്റ് അടുത്തടുത്ത് വരുമ്പോഴാണല്ലോ ഡിഫ്ലക്റ്റ് ആവുന്നത്. അപ്പോൾ കറണ്ട് പോകുമ്പോൾ അത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ അർത്ഥം അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അപ്പോൾ കറണ്ട് പോകുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂ അത് എന്തോരമാണ് എന്ന് കണ്ടുപിടിച്ച ആളാണ് ബയോട്ട്-സവാർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ ലോ അതാണ്. ഇപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആകുമെന്ന് നമുക്ക് മനസ്സിലായി കറണ്ട് പോകുമ്പോൾ. അത് എന്തോരമാണ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്? ബയോട്ട്-സവാർട്ട്സ് ലോ. ഓക്കെ, എന്തോരം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിനൊരു അളവുണ്ടാവണമല്ലോ. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇക്വേഷൻ കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ബാക്കി കണ്ടുപിടിക്കാൻ പറ്റും. ഇക്വേഷൻ ക്ലിയറായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ dB = μ0/4π IDL sin θ/r² ആയിരിക്കും. dB = μ0/4π IDL sin θ/r². ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഈ μ0/4π കോൺസ്റ്റൻ്റ് ആണ്, അതിനെ നോക്കണ്ട, ഇക്വേഷനിലെ പഠിക്കണം. എന്നിട്ട് ഇത് ഓരോന്ന് എന്താണെന്ന് പറയാം. dB മാഗ്നറ്റിക് ഫീൽഡ്, ചെറിയ ഇതല്ലേ, dB അല്ല, ചെറിയ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ സ്മോൾ എലമെൻറ്റ് ഓഫ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. നമ്മുടെ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മൊത്തത്തിലുള്ള വയറിംഗ് കണക്ഷനല്ല ഉദ്ദേശിച്ചാണ്. പിന്നെ ചെറിയൊരു എലമെൻറ്റ് എടുത്ത് വിചാരിക്കാം, കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചെറിയൊരു പാർട്ട്. ആ ചെറിയ പാർട്ട് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്നിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് എടുക്കാം. അപ്പോൾ ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ സ്മോൾ എലമെൻറ്റ് ഓഫ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, അത് എന്തിനൊക്കെ പ്രപ്പോർഷണലാണ്? ഫസ്റ്റത്തെ ലെറ്റർ I, μ0/4π എടുത്ത് കളഞ്ഞൊക്കെ നോക്കണ്ട. I, കറണ്ട് I. DL, IDL എന്നല്ല, DL, ലെങ്ത് ഓഫ് ദി എലമെൻറ്റ് DL. പിന്നെ സൈൻ തീറ്റ, സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ R ആൻഡ് DL. R എന്ന് വെച്ചാൽ ദൂരമാണ്, R ആൻഡ് DL. ആൻഡ് പിന്നെ ഡിവൈഡഡ് ബൈ R² അല്ലേ, അപ്പോൾ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് R. അത് നമ്മൾ ആ ഇക്വേഷന് ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ dB = μ0/4π IDL sin θ/r². നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്കും മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ സ്മോൾ എലമെൻറ്റ് ഓഫ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു, ഇത്രയും പറഞ്ഞിട്ട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കറണ്ട് I, പിന്നെ ലെങ്ത് ഓഫ് ദി എലമെൻറ്റ് DL, ഓരോരോ അക്ഷരങ്ങൾ, സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ R ആൻഡ് DL ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് R. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ബയോട്ട്-സവാർട്ട്സ് ലോ ഉപയോഗിച്ചിട്ട് നമുക്കൊരു പിന്നെ ബയോട്ട്-സവാർട്ട്സ് ലോയുടെ വെക്ടർ ഫോം ഒന്ന് പഠിക്കണം. അത് പറഞ്ഞിട്ടില്ല, വെക്ടർ ഫോം പഠിക്കണം. ഒന്നുമില്ല, മേലൊരു R എക്സ്ട്രാ ചേർത്താൽ മതി, ഒരു ക്രോസ് ഇട്ടിട്ട്. dB = μ0/4π IDL ക്രോസ് R/r³. മേലൊരു R എക്സ്ട്രാ, താഴെ ഒരു R എക്സ്ട്രാ. താഴെ നേരത്തെ R² ആയിരുന്നല്ലോ, ഇപ്പോൾ R³ ആക്കി, മേലൊരു എക്സ്ട്രാ R കിട്ടും. μ0/4π IDL ക്രോസ് R/r³. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് പഠിക്കണം. അതായത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കുലർ കറണ്ട് ക്യാരിങ് ലൂപ്പാണ്. ഓക്കെ, ഇതൊരു സർക്കുലർ കറണ്ട് ക്യാരിങ് ലൂപ്പാണ്. അതായത് ഒരു സർക്കിള് ഉള്ളൊരു സാധനം, അതിനകത്തൂടെ കറണ്ട് പോകുന്നുണ്ട്. ഒരു സാധനത്തിലൂടെ കറണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് അറിയാലോ. ഇപ്പം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അകലെ ഒരു പോയിന്റ്, ഒരു P എന്ന് പറഞ്ഞൊരു പോയിന്റിലായിരിക്കും. പക്ഷെ നമുക്ക് ഡെറിവേഷൻ തന്നെ പഠിക്കണം. ഡെറിവേഷൻ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പ്രോബ്ലത്തിന് ചോദിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഏറ്റവും താഴെ കാണുന്ന B = μ0I/2R. അതായത് ആ സർക്കിളിൻ്റെ കൃത്യം നടുക്കായിട്ട്, കുറച്ച് അകലെയൊന്നുമല്ല, സർക്കിളിൻ്റെ നടുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അതിൻ്റെ വാല്യൂ എഴുതി വെച്ചാണ് ആ ഇക്വേഷൻ കണ്ടുപിടിക്കണം. B = μ0I/2R. ആ ഇക്വേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, ഡെറിവേഷൻ സൈഡിൽ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇത് കൂടെ ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചോളണം, ബി ഈസ് ഈക്വൽ ടു μ0I/2r. ഇനി അടുത്തത് നമ്മളിപ്പോൾ ബയോട്ട് സവാർട്സ് ലോ പഠിച്ചതുപോലെ തന്നെ പഠിക്കാനുള്ള ഇക്വേഷനാണ് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം. ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം പഠിക്കാനായിട്ട് ഫസ്റ്റ് ബയോട്ട് സവാർട്സ് ലോ പോലെ തന്നെ അതിൻ്റെ സെൻറ്റൻസ് കൃത്യമായിട്ട് പഠിക്കണം. ആ സെൻറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റൻസ് അല്ല, ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കണം. ഇക്വേഷൻ ഇതാണ്, ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0I. ആ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കുക. ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0I എന്നാണ്, ആണല്ലോ, അത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0I ആണെങ്കിൽ, ഓക്കെ, μ0I ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ആംബിയേഴ്സ് സർക്യൂട്ടെല്ലാം എടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ, അപ്പോൾ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ലൈൻ ഇൻ്റഗ്രൽ എന്ന് വിളിക്കാം. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ബി എന്താ, മാഗ്നറ്റിക് ഫീൽഡ്, പിന്നെ ഒരു വട്ടം വരച്ച് കണ്ടില്ല ഇൻ്റഗ്രലിനകത്ത്, ഓവർ എ ക്ലോസ് ലൂപ്പ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദി കറണ്ട് പാസിംഗ് ത്രൂ ദ സർക്യൂട്ട്. ഓക്കെ, ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ് ലൂപ്പ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദ കറണ്ട് പാസിംഗ് ത്രൂ ദ സർക്യൂട്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, അത് ഇംഗ്ലീഷിൽ പറഞ്ഞു വെച്ചാൽ മതി, ആ ഇക്വേഷൻ എടുത്ത് ഇംഗ്ലീഷിൽ പറയാം. ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ് ലൂപ്പ്, വട്ടത്തിലുള്ള ഓവർ എ ക്ലോസ് ലൂപ്പ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദി കറണ്ട് പാസിംഗ് ത്രൂ ദ സർക്യൂട്ട്. അതാണ് സംഭവം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് ഇതിൻ്റെ കുറച്ച് ഡെറിവേഷൻസ് ആണ് പഠിക്കുന്നത്. ഡെറിവേഷൻസിൻ്റെ അകത്ത് ലാസ്റ്റത്തെ ഇക്വേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കയ്യിൽ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടൊരു കറണ്ട് ക്യാരിങ് വയർ ഉണ്ടെങ്കിൽ അത് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് അത് ബി ഈസ് ഈക്വൽ ടു μ0I/2πr ആയിരിക്കും. അത് കാണാണ്ട് പഠിച്ചോളണം, ഇക്വേഷൻ കാണാണ്ട് പഠിക്കണം, ഡെറിവേഷൻ എന്തായാലും പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് കറണ്ട് ക്യാരിങ് വയർ കേട്ടോ, അത് കാരണമുള്ളത് μ0I/2πr. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഒരു സോളിനോയിഡ് ഉള്ളതെന്നിരിക്കാം, സോളിനോയിഡ് സ്പ്രിങ് പോലെ സാധനം, അങ്ങനെയാണെങ്കിൽ അത് കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അത് കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിൻ്റെ ഇക്വേഷൻ μ0NI ആണ്. ഇതിനകത്ത് μ0 ഒക്കെ അറിയാലോ, μ0 ഒരു കോൺസ്റ്റൻ്റ് ആണ്. n നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണല്ലേ, n ഈസ് ഈക്വൽ ടു n/l. നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ബൈ l ആണ്, ലെങ്ത് ആണ്, അതും കൂടെ ചെയ്യണം. പിന്നെ I എന്താ, I കറണ്ട് ആണ്. അത്രേ ഉള്ളൂ, ആ ഇക്വേഷൻ കണ്ടുപിടിക്കണം കേട്ടോ. ഇനി അടുത്തത്, ഇനി ഒരു കാര്യം പറയാൻ വിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ബയോട്ട് സവാർട്സ് ലോ പറഞ്ഞപ്പോൾ അതിനകത്ത് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബി ഈസ് ഈക്വൽ ടു μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ r സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്, ഈ കാണുന്ന ഇവിടെ ഡി ബി ഈസ് ഈക്വൽ ടു. ഇതിൽ ഈ μ0/4π ഉണ്ടല്ലോ, അതിൻ്റെ വാല്യൂ കാണാതെ പഠിച്ചു വെച്ചോളണം, 10⁻⁻7 ആണ്. μ0/4πയുടെ വാല്യൂ 10⁻⁻7 ആണ്. μ0/4πയുടെ വാല്യൂ 10⁻⁻7 ആണ്. അപ്പോൾ μ0/4πയുടെ വാല്യൂ 10⁻⁻7 ആയതുകൊണ്ട് μ0യുടെ വാല്യൂ ഇപ്പം എന്തായിരിക്കും, μ0യുടെ വാല്യൂ എന്തായിരിക്കും, 4π × 10⁻⁻7 ആയിരിക്കും. μ0/4πയുടെ വാല്യൂ 10⁻⁻7 ആയതുകൊണ്ട് μ0യുടെ വാല്യൂ 4π × 10⁻⁻7 ആയിരിക്കും. അപ്പോൾ അത്രയൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഡെഫിനിഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും നമുക്കറിയാം. ഇനി ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ട് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും നമുക്കറിയാം. രണ്ടും കൂടെ മിക്സ് ചെയ്ത് പറയുകയാണെങ്കിൽ, രണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും, ആ മാഗ്നറ്റിക് ഫീൽഡിൽ അവർക്കൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ ഈ പടത്തിൽ കൊടുത്തേക്കുന്നത്. അതായത് രണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് അടുത്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്ര, അതൊരു ഡെറിവേഷനാണ്. ആ ഡെറിവേഷൻ കഴിയുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും, FB ഈസ് ഈക്വൽ ടു μ0IAIB/2πd എന്ന് കിട്ടും. അത് IAയും IB എന്താണ്, രണ്ടുപേരുടെയും കറണ്ടാണ്. D എന്താണ്, അവിടുത്തെ ഡിസ്റ്റൻസ് ആണ്, തമ്മിലുള്ള ദൂരമാണ്. ഇനി ഞാനൊരു പരിപാടി ചെയ്യുകയാണ്, ഞാൻ ഇതുപയോഗിച്ച് ആംബിയറിനൊരു ഡെഫിനിഷൻ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. ഓക്കെ, ആംബിയറിനൊരു ഡെഫിനിഷൻ ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പരിപാടി ചെയ്യും, ഈ IAയും IBയും ഞാൻ എന്ത് ചെയ്യും, 1 ആയിട്ട് എടുക്കും. ഓക്കെ, IAയും IB ഞാൻ 1 ആയിട്ട് എടുക്കും. അതേപോലെ തന്നെ ഈ ഇവർ തമ്മിലുള്ള ദൂരമല്ലേ, അത് ഞാൻ 1 ആയിട്ട് എടുക്കും. അപ്പോൾ IAയും IBയും 1 ആംബിയർ, അവർ തമ്മിലുള്ള ദൂരം 1 മീറ്റർ ആയിട്ട് ഞാൻ എടുത്തു എന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ഫോഴ്സ് എത്രയാവും, μ0യുടെ വാല്യൂ നമുക്കറിയാം, 4π × 10⁻⁷ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. μ0 4π × 10⁻⁷ ആണ്. IAയും IBയും 1 ആണ്, ഡിയും 1 ആണ്. എല്ലാ കട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഫോഴ്സ് FP ഈസ് ഈക്വൽ ടു 2 × 10⁻⁷ Nm/m എന്ന് കിട്ടും. 2 ×
10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ നമുക്ക് കിട്ടും. ഇത്ര ഓക്കെ ആണല്ലോ? ഇത്രയും ക്ലിയർ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ FBA 2 × 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ ആണെങ്കിൽ നമുക്കൊന്ന് തിരിച്ച് പറയാമല്ലോ. ഇവർ തമ്മിലുള്ള ഫോഴ്സ് 2 × 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇവർ തമ്മിലുള്ള ദൂരം 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള കറണ്ട് എത്രയായിരിക്കും? 1 ആംപിയർ ആയിരിക്കും. ഇതാണ് ഒരു ആംപിയറിൻ്റെ ഡെഫിനിഷൻ. സോ ഇവിടെ സെൻറ്റൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, ദി ആംപിയർ ഈസ്, ഡെഫിനിഷൻ ഓഫ് ആംപിയർ, ദ ആംപിയർ ഈസ് ദാറ്റ് കറണ്ട് ദാറ്റ് ഫ്ലോസ് ത്രൂ ടു വെരി ലോങ് സ്ട്രെയിറ്റ് പാരലൽ കണ്ടക്ടേഴ്സ്. 2 ലോങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് പാരലൽ കണ്ടക്ടേഴ്സ് വഴി പോകുന്ന കറണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പടത്തിലുള്ള 2 സ്ട്രെയിറ്റ് പാരലൽ കണ്ടക്ടേഴ്സിൽ പോകുന്ന കറണ്ടാണ്. പ്ലേസ്ഡ് 1 മീറ്റർ അപ്പാർട്ട്. അവർ തമ്മിലുള്ള ദൂരം എന്തായിരിക്കും? 1 മീറ്റർ ആയിരിക്കും. പ്ലേസ് 1 മീറ്റർ അപ്പാർട്ട് ഇൻ വാക്വം. വാക്വത്തിലാണ്, ഇടയ്ക്ക് വേറൊന്നുമില്ല. ഇൻ വാക്വം that produces a force equal to 2 × 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ ഓൺ ഈച്ച് അതർ. അത് 2 × 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ളൊരു ഫോഴ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അതാണ് സംഭവം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ആംപിയർ. എന്നൂടെ പറയാം. എന്താണ് ഒരു ആംപിയർ? ഒരു ആംപിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ട്രെയിറ്റ് ഇൻഫിനിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറോട് പോകുന്ന കറണ്ടാണ്. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ദൂരം 1 മീറ്റർ ആയിട്ട് വെച്ചേക്കുവാണ് ഇൻ വാക്വം. അവർ തമ്മിലൊരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് 2 × 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അങ്ങനെ ഉള്ളപ്പോൾ ഉള്ള കറണ്ട് എന്തായിരിക്കും? 1 ആംപിയർ ആയിരിക്കും. അത്ര ഉള്ളൂ. ഇനി അടുത്ത ടോർക്കിനൊരു ഇക്വേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഒരു റെക്റ്റാങ്കുലർ കറണ്ട് ക്യാരിങ് ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ, അതായത് കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു സാധനം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ, റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അവിടെ അതിനൊരു ടോർക്ക് അനുഭവപ്പെടും. കിടന്ന് കറങ്ങണമല്ലോ, കിടന്ന് നമ്മൾ മറ്റേ മോട്ടറൊക്കെ പോലെ കിടന്ന് കറങ്ങുന്ന. അപ്പോൾ കറങ്ങുമ്പോൾ അവിടെ ഒരു ടോർക്ക് ഉണ്ടാവും. ആ ടോർക്ക് എത്രയാണെന്നാണ് ചോദ്യം. ആ ടോർക്ക് വന്നിട്ട് ടോർക്കിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചോളണം. M×B അല്ലെങ്കിൽ MB sin θ ആയിരിക്കും. ഓക്കെ, അത് M×B അല്ലെങ്കിൽ MB sin θ ആയിരിക്കും. കണ്ടുപിടിച്ച് വെച്ചോളണം കേട്ടോ. ഡെറിവേഷനാണ്, ഡെറിവേഷനായിട്ട് പഠിക്കണം. പിന്നെ ഇക്വേഷൻ പഠിച്ച് വെച്ചോളണം. ഇനി അടുത്തത് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിളാണ്. നമുക്കറിയാം, ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. F = I × L×B ആണല്ലോ. നമുക്കറിയാം അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഇനി നമ്മൾ അതൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഇപ്പോൾ ഒരു കോയിൽ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. ആ കോയിലിൽ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുമ്പോൾ അത് കിടന്ന് മൂവ് ചെയ്യും. ഫോഴ്സ് ഉണ്ടല്ലോ. നമ്മൾ അതിൻ്റെ ഏറ്റവും താഴെ ഒരു ആണി അടിച്ച് വെച്ചേക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? അത് താഴത്തെ ആണി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫോഴ്സ് കാരണം ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ആണി അടിച്ചതുകൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഫോഴ്സ് എന്തായിട്ട് മാറി? ടോർക്കായിട്ട് മാറിയിട്ടുണ്ട്. ഇത്രയും മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ആ ടോർക്ക് കാരണം എന്ത് ചെയ്യും? അത് ഡിഫ്ലക്റ്റ് ചെയ്യും, അല്ല, ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും, ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ ആർക്ക് പ്രപ്പോർഷണലാണ്? നമ്മൾ കൊടുത്ത കറണ്ടിന് പ്രപ്പോർഷണൽ. കറണ്ട് കൂടിയാൽ ടോർക്ക് കൂടും, ടോർക്ക് കൂടിയാൽ ഡിഫ്ലക്ഷൻ കൂടും. ഇതാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇത്രേ ഉള്ളൂ. ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അത് കാരണം അവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഈ ഡിഫ്ലക്ഷൻ നമ്മൾ കൊടുക്കുന്ന കറണ്ടിന് പ്രപ്പോർഷണലാണ്. അത്രേ ഉള്ളൂ. ആണ് φ പ്രപ്പോർഷണൽ ടു I എന്ന് എഴുതി വെച്ചാണ്. φ എന്താ? നേരത്തെ പഠിച്ചപ്പോൾ φ ഫ്ലക്സ് ആയിരുന്നു, ഇപ്പോൾ φ ഡിഫ്ലക്ഷൻ ആണ്. ഓക്കെ, ഇതിൽ φ ഡിഫ്ലക്ഷൻ ആണ് കേട്ടോ, മനസ്സിലാക്കി വെച്ചോളേ. അപ്പോൾ കറണ്ട് ക്യാരിയിങ് കോയിൽ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസസ് എ ടോർക്ക് ആൻഡ് ഇറ്റ് ഡിഫ്ലക്ട്സ്. ദിസ് ഡിഫ്ലക്ഷൻ ഈസ് പ്രപ്പോർഷണൽ ടു ദ കറണ്ട് ദാറ്റ് ഈസ് പാസ് ത്രൂ ദ കോയിൽ. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, φ = ആ ലാസ്റ്റത്തിന് തൊട്ട് മുമ്പുള്ള ഇക്വേഷൻ ഇല്ല, അതൊന്ന് മനസ്സിലാണ്. φ = NAB/K എന്നാണ് നമ്മൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, NAB/K × I എന്നാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഡെറിവേഷൻ പഠിക്കണം, പക്ഷേ അതിൽ നിന്ന് ഇത്രയും മനസ്സിലാക്കി വെച്ചേക്കുക. φ = ഡെറിവേഷൻ എന്തായാലും പഠിക്കണം, പക്ഷെ നമുക്കിപ്പോൾ അടുത്തതിന് ഇത് അത്യാവശ്യമാണ്. φ = NAB/K ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് സെൻസിറ്റിവിറ്റി ഓഫ് ഗാൽവനോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ φ = NAB/K × I ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഈ φ എന്താ? ഡിഫ്ലക്ഷനാണ്. N എന്താ? നമ്പർ ഓഫ് ടേൺസ്. A ഏരിയ. B എന്താണ്?
ഈ മാഗ്നറ്റിക് ഫീൽഡ് കെ ഒരു കോൺസ്റ്റൻറ്റ്. ഓക്കെ, കെ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ടോർഷണൽ കോൺസ്റ്റൻ്റ് എന്നൊക്കെ പറയും. പിന്നെ ഐ അവിടുത്തെ കറണ്ട്. ഇത്ര അറിഞ്ഞു വെച്ചേക്കാട്ടോ. ഇത് വെച്ചിട്ട് വേണം നമുക്ക് കറണ്ട് സെൻസിറ്റിവിറ്റി പഠിക്കാനായിട്ട്. അതായത് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ ഗാൽവനോമീറ്റർ മൂവ് ചെയ്യും നമുക്കറിയാം. അത് എന്തോരം മൂവ് ചെയ്യും? കാരണം ചില ഗാൽവനോമീറ്റർ കുറച്ച് കറണ്ട് കൊടുക്കുമ്പോൾ തന്നെ കുറേ മൂവ് ചെയ്യും, ചില ഗാൽവനോമീറ്റർ കുറച്ചേ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അത് എന്തോരം മൂവ് ചെയ്യും എന്നുള്ളതാണ് ഈ കറണ്ട് സെൻസിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദി കറണ്ട് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാൽവനോമീറ്റർ ഈസ് ദി ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട് ആണ്. കറണ്ട് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാൽവനോമീറ്റർ ഈസ് ദി ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട്. അതായത് എന്തോരം ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു യൂണിറ്റ് കറണ്ട് കൊടുക്കുമ്പോൾ, അത്രേ ഉള്ളൂ. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു NAB/K ഇൻറ്റു ഐ ആണെന്ന് അറിയാലോ. ആ ഐ ഇപ്പുറത്തേക്ക് വന്നാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അത് 5/I ഈസ് ഈക്വൽ ടു NAB/K എന്ന് കിട്ടും. അത്രേ ഉള്ളൂ. 5/I ആണ് ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട്. അതാണ് എന്ത്? നമ്മുടെ കറണ്ട് സെൻസിറ്റിവിറ്റി. അതാണ് നമ്മുടെ കറണ്ട് സെൻസിറ്റിവിറ്റി. ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട് ആയിരിക്കും. ഓക്കെ, അടുത്തത് വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയാണ്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജ് ആയിരിക്കും. കറണ്ടിന് പറഞ്ഞ പോലെ തന്നെ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ അത് 5/V എന്ന് വരും, ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജ്. നമ്മൾ കാര്യം ചെയ്യും, ആ V എടുത്ത് ഇപ്പുറത്തേക്ക് എഴുതാം, ഐയുടെ താഴെ എഴുതാം. 5 എന്ന് വെച്ചാൽ NAB/K അല്ലേ, ഇൻറ്റു ഐ. ഐയുടെ താഴെ V എഴുതി. V/I 6 അറിയാലോ. അപ്പോൾ I/V എന്തായിരിക്കും? 1/6 ആയിരിക്കും. ഓക്കെ, സംഭവം ഇത്രേ ഉള്ളൂ. 5/V ഈസ് ഈക്വൽ ടു NAB/K ഇൻറ്റു 1/6. ഇത്രേ ഉള്ളൂ. കാണാൻ പഠിച്ചു വെച്ചേക്കാം, മനസ്സിലാക്കി പഠിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഒരു ഗാൽവനോമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ അമ്മീറ്റർ ആക്കി മാറ്റാം. ഒരു ഗാൽവനോമീറ്ററിനെ നമുക്ക് എങ്ങനെ അമ്മീറ്റർ ആക്കി മാറ്റാം? 23ാമത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര സിമ്പിളുമാണ്. ഇത്രേ ഉള്ളൂ. ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കാൻ ഒരു ചെറിയ റെസിസ്റ്റൻസ്, ഭയങ്കര ചെറിയ റെസിസ്റ്റൻസ്, എ സ്മോൾ റെസിസ്റ്റൻസ് കോൾഡ് ഷണ്ട് റെസിസ്റ്റൻസ്. ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ചെറിയ റെസിസ്റ്റൻസ് എടുത്തിട്ട് ഈ ഗാൽവനോമീറ്ററിന് പാരലായിട്ട് കൊണ്ടുപോയി വെക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു ചെറിയ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഷണ്ട് റെസിസ്റ്റൻസ് കൊണ്ടുപോയി ഗാൽവനോമീറ്ററിന് പാരലായിട്ട് വെച്ചാൽ മതി. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്നിട്ട് ചെയ്യേണ്ട കാര്യം ആ ഇക്വേഷൻ കാണാണ്ട് പഠിക്കുക. ഷണ്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുക. S ഈസ് ഈക്വൽ ടു IgG/I-IG. പ്രോബ്ലം വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ഗാൽവനോമീറ്റർ നമുക്ക് എങ്ങനെ അമ്മീറ്റർ ആക്കി മാറ്റാം? അവിടെ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് അതിന് പാരലായിട്ട് കൊണ്ടുപോയി വെക്കുക. ഓക്കെ, ഷണ്ട് റെസിസ്റ്റൻസ് പ്രത്യേകത എന്താ? ഭയങ്കര ചെറിയ റെസിസ്റ്റൻസ് ആണ്, സ്മോൾ റെസിസ്റ്റൻസ് ആണ്. ഇനി നമുക്ക് ഗാൽവനോമീറ്ററിനെ എങ്ങനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റാം? ഒരു ഹൈ റെസിസ്റ്റൻസ് R ഗാൽവനോമീറ്റർ കോയിലിന് സീരീസ് ആയിട്ട് വെക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു ഹൈ റെസിസ്റ്റൻസ് R ഗാൽവനോമീറ്റർ കോയിലിന് സീരീസ് ആയിട്ട് വെക്കുക. അതിൻ്റെ ഇക്വേഷൻ R ഈസ് ഈക്വൽ ടു V/Ig - G എന്നായിരിക്കും. അപ്പോൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഒരു ഹൈ റെസിസ്റ്റൻസ് R ഗാൽവനോമീറ്റർ കോയിലിന് സീരീസ് ആയിട്ട് കൊണ്ട് വെക്കുക. അത്രേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ?